കൊച്ചി എളമക്കരയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ കുട്ടികളുടെ പ്രതികരണം 24-ന് ലഭിച്ചു. കാറിലുണ്ടായിരുന്നവർ കയ്യിൽ പിടിച്ച് വലിച്ചു വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചു എന്നാണ് കുട്ടികൾ പറഞ്ഞത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കാർ 2 ദിവസമായി പ്രദേശത്ത് കിടക്കുന്നതായി കുട്ടികളുടെ അമ്മൂമ്മ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. എനിക്ക് തന്നോ, ഞാൻ മേടിച്ചില്ല. അപ്പൊ ഞാൻ മിനുവിന്റെ അതിന് മേടിച്ച് തോട്ടിലേക്ക് എറിയാൻ പോണ സമയത്ത് മിനുവിനെ പിടിച്ച് കാലിലേക്ക് വലിക്കാൻ നോക്കി. അപ്പൊ മിനു കരഞ്ഞ്. ആ പട്ടി ഓടി വന്നപ്പ ഇവിടെ ഒരു കാറ് കിടന്നിച്ച് വെള്ളം, അത് 2 ദിവസം അവിടെ കിടക്കണമെന്ന് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലൊരു പെണ്ണ് കൊച്ചിനെയും വെച്ചുകൊണ്ടിരിക്കണ കാരണം ഇവർക്ക് കാർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ല. കുട്ടികൾ പറഞ്ഞ സ്ഥലത്തേക്ക് താൻ എത്തിയപ്പോഴേക്കും കാർ പോയിരുന്നുവെന്ന് ട്യൂഷൻ ടീച്ചർ ശോഭ പറഞ്ഞു. പിള്ളേര് ഞാനൊരു ഒച്ച കേട്ടിട്ടാണ് നോക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ട്യൂഷൻ ഇരിക്കുന്നതായിരുന്നു. പിള്ളേർ ഓടി വന്നിട്ട് പറഞ്ഞത് ഒരു ചേച്ചി എനിക്ക് മിഠായി തന്നു എന്നാണ് പറഞ്ഞത്. മിഠായി തന്നു, ഞാനത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു വണ്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ ആ മിഠായി മേടിച്ച് വലിച്ച് കളഞ്ഞല്ലേ ഉള്ളൂ എന്ന് ഓർത്തു. പക്ഷേ പിള്ളേർ അത് കഴിഞ്ഞപ്പോഴാണ് പറയണത് കൈ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ ശ്രമിച്ചു എന്ന്. പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ അതിന് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റിയത്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാംകുമാർ, ഇതിൽ ദുരൂഹതയുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? അവർ അന്വേഷിക്കുന്നില്ലേ? ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ആദ്യം തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ വൈകുന്നേരം 4:30 ഉണ്ടായ സംഭവമാണ്. പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചു. പക്ഷേ ആ കൊച്ചി നഗരത്തിൽ പോണേക്കര പോലെ ഒരു സ്ഥലത്താണ് 2 ചെറിയ കുഞ്ഞുങ്ങളെ, അത് 4-5 വയസ്സ് പ്രായം മാത്രമുള്ള 2 ചെറിയ കുട്ടികളെയാണ് കാറിലെത്തിയ ഒരു സംഘം മിഠായി കൊടുത്ത് കയ്യിൽ പിടിച്ച് വലിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. ഈ പരാതി വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ വിളിച്ച് അറിയിച്ചതിനെ തുടർന്നാണ് എളമക്കര പോലീസ് അവിടെ എത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. ഒരു കാറിന്റെ ചിത്രം ലഭിച്ചു എന്നതൊഴിച്ചാൽ ഈ കേസിൽ അന്വേഷണവുമായി ഒരു ഘട്ടത്തിലും ഏകദേശം 10-11 മണിക്കൂർ കഴിയുമ്പോഴും പോലീസിന് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുഞ്ഞുങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇളയ കുട്ടിക്ക് ആദ്യം മിഠായി കൊടുത്തു, മൂത്ത കുട്ടി അത് വാങ്ങിയില്ല. രണ്ടാമത് മൂത്ത കുട്ടി ആ ഇളയ കുഞ്ഞിന്റെ കയ്യിൽ നിന്നിരുന്ന മിഠായി കൂടെ വാങ്ങി സമീപത്തെ തോട്ടിലേക്ക് എറിഞ്ഞു. ഇതോടെയാണ് ഈ ഇളയ കുട്ടിയെ പിടിച്ചു വലിച്ച് കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചത്. ഇതോടെ ഇവർ 2 പേരും കരഞ്ഞുകൊണ്ട് ഓടുകയായിരുന്നു. 2 വീടുകൾക്കപ്പുറമാണ് ആ ട്യൂഷൻ സെന്റർ ഉള്ളത്. ആ വീട്ടിലേക്ക് ചെല്ലുകയും ആ ടീച്ചറിനോട് ഇക്കാര്യം പറയുകയുമായിരുന്നു. ആ സമയം ആ കാർ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. ഈ വിവരം ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചു. കൊച്ചി നഗരത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് പോലീസിന് ഇതുവരെ ആ കാറിനെ കുറിച്ച് ഒരു വിവരം പോലും ശേഖരിക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ കുട്ടികൾ വലിയ രീതിയിൽ പേടിച്ചിരുന്നു. കുട്ടികൾ ഓടാൻ ശ്രമിച്ചതും ആ മൂത്ത കുട്ടി ആ മിഠായി വാങ്ങി എറിയാൻ ശ്രമിച്ചതുമായ കുട്ടികളുടെ ധൈര്യമാണ് ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്. അതുതന്നെയാണ് അവരുടെ വീട്ടുകാരും പറയുന്നത്. 2 ദിവസമായി ആ കാർ അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ കാണിച്ച ആ ധൈര്യം അംഗീകരിക്കുമ്പോഴും പക്ഷേ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവർ എവിടെ എന്ന ചോദ്യം പോലീസിന് നേരെ ഉയരുകയാണ്. ഇത്ര സമയമായിട്ടും അതിനെക്കുറിച്ച് ഒരു വിവരം പോലും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ എളമക്കര പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. ഏതായാലും ഈ സംഭവം ഉണ്ടായിരിക്കുന്നു, കുട്ടികൾ സുരക്ഷിതരാണ്. അപ്പോഴും മറ്റാർക്കും ഈ സംഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആര് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിന് എളമക്കര പോലീസിന്റെ അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകേണ്ടിയുമിരിക്കുന്നു. കൊച്ചി നഗരമധ്യത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ കുട്ടികൾ രക്ഷപ്പെട്ട് ഓടുകയാണ്. കയ്യിൽ പിടിച്ച് വലിച്ചു എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ അവർ 24-നുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആരാണ് ഇവർ എന്നുള്ളതിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമാണോ എന്നൊരു പരാതി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്.